ക്ഷേത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ അക്ഷി വാലി റിസോർട്ടിൽ കഴിക്കാൻ വന്നതാണ്. നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഈ ഗാർഡന്റെ പേര് കിങ് ഗാർഡൻ. അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഈ സൈഡ് പോകാം. ഈ ഒരു വീഡിയോയുടെ ആദ്യ ഭാഗത്ത് എസ്തർ വിവരിച്ചതുപോലെ ഈ ഒരു റിസോർട്ടിലാണ് ഉച്ചഭക്ഷണത്തിനായിട്ട് ഞങ്ങൾ എത്തിച്ചേർന്നത്. മനോഹരമായ ഒരു ആംബിയൻസ് ആണ് അതിൻ്റെ പുറമേ തന്നെ ഈ ഒരു റിസോർട്ട് പ്രദാനം ചെയ്യുന്നത്. റോഡിലൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിയെയും പെട്ടെന്ന് ആകർഷിക്കുവാൻ പറ്റാവുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്ന ഉടനെ തന്നെ ആൾക്കാർ സൈഡിലേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ തുടങ്ങും. അത്രമാത്രമുള്ള ഒരു ആകർഷകത്വം ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുഖവാരത്തിന് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഏറ്റവും ആദ്യം സൂചിപ്പിക്കട്ടെ. ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനായിട്ട് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിശാലമായ ഒരു റെസ്റ്റോറൻറ്റ്, ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് നിലകൊള്ളുന്നത്. റെസ്റ്റോറൻറ്റ് മാത്രമല്ല, റിസോർട്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്ഥലം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്വിമ്മിംഗ് പൂള് പോലും ഇവിടെ കാണപ്പെടുന്നത്. കൊടും തണുപ്പുള്ള സമയം, ഉച്ച സമയമാണ് എങ്കിലും വെള്ളത്തിന് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. കുട്ടികൾ അത് വെരിഫിക്കേഷനൊക്കെ നടത്തിയതിന് ശേഷമുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുകയുണ്ടായി. ഒരു രാജകീയ പ്രൗഢിയോടുകൂടി ഒരു ദിവസം ഈ ഒരു റിസോർട്ടിൽ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പറ്റിയ ഒരു അന്തരീക്ഷം ഇവർ തന്നെ ക്രമീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറമോടിയിൽ മാത്രമല്ല, അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പോലും അതിന് പറ്റിയ രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ റിസോർട്ട് പ്രധാനമായിട്ടും ഇവിടേക്ക് എത്തിച്ചേരുന്നവർക്ക് ഒരുക്കുന്നുണ്ട്. ഏതായാലും ഉച്ചഭക്ഷണത്തിന് മാത്രമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ടും ആസ്വദിക്കുന്ന കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ ഞങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കും. ഞങ്ങൾ ഓർഡർ ചെയ്ത ആഹാരം റെഡിയാണ് എന്ന കാര്യം ഞങ്ങളെ അറിയിച്ചതനുസരിച്ചാണ് അകത്തേക്ക് പ്രവേശിച്ച് അത് എത്രയും വേഗം കഴിക്കുന്ന കാര്യത്തിലായിരുന്നു പിന്നീട് ഞങ്ങൾ തന്ത്രപ്പാട്. അതിനുശേഷമുള്ള ഒരു വീഡിയോ ചിത്രീകരണം, ആകമാന ഒരു വീക്ഷണം കൂടി ഞാൻ നടത്തുകയായിരുന്നു. രാജകൊട്ടാരത്തിന് സമാനമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ, താമസ സൗകര്യങ്ങൾ, കെട്ടിടങ്ങളുടെ എല്ലാം സ്ട്രക്ചർ പോലും ഒരു രാജകീയ പ്രൗഢി അടങ്ങിയിട്ടുണ്ട്. രാജസ്ഥാൻ മോഡലിലുള്ള രാജകീയമായ പ്രൗഢിയോടുകൂടിയാണ് ഇതിൻ്റെ നിർമ്മിതി മുഴുവനും നടത്തിയിരിക്കുന്നത്.